ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സംഭവങ്ങൾ പിറക്കിയെടുക്കണം കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് പോയി കളക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, വേറെ ഒന്നല്ല, നമ്മുടെ പ്രാവിൻ്റെയൊക്കെ തൂവലാണ് കേട്ടോ. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ മഴ മാറുന്നത് നോക്കിയെന്നാലും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം 2-3 ദിവസമായിട്ട് അടുപ്പിച്ചിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞപ്പനും കൂടി ഇതേ നമ്മുടെ പ്രാവിൻ കൂടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ ചെന്നപാടെ പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരാണ്. ഒരുപാട് വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ തൂവലുകളാണ് കേട്ടോ എടുക്കുന്നത്. കളയല്ലേടി. അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു തൂവലുകളൊക്കെ ഉണ്ട്. പിന്നെ അതേ ഞാൻ ഇതുപോലത്തെ ഒരു പഴയ ബാങ്കിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു വൂളൻ ത്രെഡാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറിലെ വൂളൻ ത്രെഡാണ് എടുത്തേക്കണേ. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിറക്കി എടുത്തേക്കുന്ന തൂവലുകളൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി കുഞ്ഞൻ ഡ്രീം ക്യാച്ചറാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോണത്. ഇനി ആ ഒരു ത്രെഡ് വെച്ചിട്ട് ദേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഡ്രീം ക്യാച്ചർ ഒന്നും ചെയ്തു പരിചയമില്ല, പക്ഷേ കണ്ടപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞു വളയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്മേലായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കണതാണ് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇനി ഇതുപോലെ കുറച്ച് നൂല് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ആയിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അത് വിട്ടു പോകാത്ത രീതിയിൽ വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഹാങ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൂളൻ ത്രെഡ് ഇങ്ങനെ സൈഡിലൊക്കെ കുറച്ച് പാറി പറന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ സിഗരറ്റ് ലാമ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ട് സൈഡൊന്ന് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ, അത് കത്തിപ്പോകരുത്. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു പാറ്റേൺ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആ ഒരു യെല്ലോ കളർ വൂളൻ ത്രെഡ് തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേറെ കളർ വേണമെങ്കിൽ ഉള്ളിലായിട്ട് വേറെ കളറിലെ പാറ്റേണും ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ സൈഡിലേക്കായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ അളവെടുത്തിട്ട് കറക്റ്റ് സ്പേസൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്.
അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അടുത്തൊരു ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും ആദ്യം ചെയ്ത രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് നമ്മൾ റിങ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിനിടയിൽ ഒരു കുഞ്ഞു കാര്യം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോൺ കേസൊക്കെ നല്ല അടിപൊളിയും അട്രാക്റ്റീവ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് കസ്റ്റമൈസ് ചെയ്ത് ഒരു ഫോൺ കേസായിട്ട് റെഡിയാക്കി തരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. AG സ്റ്റോഴ്സ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോൺ കേസ് റെഡിയാക്കി തരാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേണൊക്കെ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിലാണ് കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് ഫെദേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തൂവലുകളൊക്കെ എടുത്ത് വയ്ക്കുന്ന ആ ഒരു ബോക്സ് എടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് കളറിലുള്ളത് നമ്മൾ പിറക്കിയെടുത്ത പ്രാവിൻ്റെ തൂവലുകളാണ്. പിന്നെ വേറെ കുറച്ച് തൂവലുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിന്നൊരു 3 എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിയൊരു തൂവലാണ് എടുക്കുന്നത്. 10 രൂപയുടെ പാക്കറ്റാണ്. അതിൽ ഇതുപോലെ 3 നമ്മൾ എടുക്കുന്നത്. ഒരു ഓറഞ്ച് കളറിലെയാണ് കേട്ടോ. വോളൻ ത്രെഡിനായിട്ട് ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് അതുമേലായിട്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇനി ആ തൂവലുകളൊന്ന് വെച്ച് കൊടുക്കാൻ പോകാം കേട്ടോ. ഞാനിപ്പോൾ ത്രെഡ് വെച്ച് തന്നെയാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബീഡ്സൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ തൂവലുകൾ കറക്റ്റായിട്ട് വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു രീതിയിൽ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് മുകളിലായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തത്. അങ്ങനെ 3 വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഇട്ടേക്കണേ. ഇനി യെല്ലോ കളറിലെ ഫോം ഷീറ്റിനായിട്ട് കുഞ്ഞൻ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. റെഡ് കളർ ഫോം ഷീറ്റിനായിട്ട് ഒരു കുഞ്ഞൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്ററിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞൻ ക്രാഫ്റ്റ് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.